ഹായ് ഫ്രണ്ട്സ്, ടെക് പിടികളുടെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൺലൈനിൽ ചീട്ട് കളിച്ച് കാശുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഗെയിമാണ് റമ്മി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റമ്മി എന്ന് പറയുന്ന ചീട്ട് കളി ലീഗലാണോ എന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ടുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില 2-3 ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റമ്മിയെ പറ്റിയുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു റമ്മി ആപ്ലിക്കേഷനെ പറ്റി ഞാൻ പരിചയപ്പെടുത്താം. റമ്മി പാഷൻ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റാണ്. ഈ സൈറ്റ് അടിപൊളി ഒരു ഓൺലൈൻ റമ്മി ക്യാഷ് വെച്ച് കളിക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വെബ്സൈറ്റാണ്. ഇതിനകത്തിൽ പോർട്രേറ്റ് മോഡുണ്ട്. പിന്നെ അതിൽ എടുത്ത് പറയേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് റെഫറൽ ബോണസ് ആണ്. അതായത് നിങ്ങൾ താഴെയുള്ള ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിലൂടെ കയറി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെൽക്കം എന്ന് പറയുന്ന ഒരു ബോണസ് കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ക്യാഷ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും തന്നെ ബോണസാണ്. നിങ്ങൾ എത്ര രൂപയാണ് ആഡ് ചെയ്യുന്നത് അത്രയും തന്നെ ബോണസായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് ക്യാഷ് ഗെയിംസ് കളിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിനകത്തിൽ ആരെങ്കിലും നിങ്ങൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ റെഫററിനും 7500 രൂപ വെച്ച് ബോണസായിട്ട് കിട്ടും. നിങ്ങൾ ആരെയാണോ റെഫർ ചെയ്യുന്നത് അവർക്ക് 2500 രൂപ വെച്ച്. അപ്പോൾ അടിപൊളി ഒരു പൈസ വെച്ച് റമ്മി കളിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി ഈ ഒരു ഡൗട്ട്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ, ഞാൻ അധികം സമയം കളയുന്നില്ല, ഞാൻ ഒന്നാമത്തെ ഡൗട്ട് എന്ന് പറയാം. റമ്മി ലീഗലാണോ? അതെ, റമ്മി എന്ന് പറയുന്നത് തികച്ചും ലീഗലായിട്ടുള്ള ഒരു ഗെയിമാണ് ഇന്ത്യയിൽ. അതായത് റമ്മി എന്ന് പറയുന്ന ഒരു സ്കില്ല് വെച്ചുള്ള കളിക്കുന്ന ഗെയിം ആയതുകൊണ്ട് തന്നെ അതിനെ സുപ്രീം കോടതി ലീഗൽ ഗെയിം, അതായത് ഒരു സ്കിൽ ഗെയിമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ പൈസ വെച്ച് കളിക്കുന്നത് അത് ലീഗലായിട്ട് എടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ എനിക്ക് തികച്ചും ലീഗലായിട്ട് ഓൺലൈനായിട്ട് റമ്മി കളിക്കാനായിട്ട് സാധിക്കും. അതിന് ഒരുപാട് സൈറ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റമ്മി പാഷൻ, റമ്മി സർക്കിൾ, H23 അങ്ങനെ ഒരുപാട് റമ്മി വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അതിനകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് റമ്മി ക്യാഷിന് കളിക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ഡൗട്ട് എന്ന് പറയുന്നത്, കേരളത്തിൽ റമ്മി ബാൻ ആണോ? അപ്പോൾ ഈ ഒരു റമ്മി എന്ന് പറയുന്ന ഗെയിം സുപ്രീം കോടതി കളിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചില സ്റ്റേറ്റുകളിൽ ഈ ഒരു റമ്മി കളിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ബാൻ ചെയ്തിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്റ്റേറ്റുകളാണ് ആസാം, തെലങ്കാന, അങ്ങനെ ചില 2-3 സ്റ്റേറ്റുകളുണ്ട്. ആ കൂട്ടത്തിൽ 2019 ജനുവരിയിൽ കേരളവും അത്തരത്തിലുള്ളൊരു ഉത്തരവിറക്കിയിരുന്നു. അതായത് കേരളത്തിൽ ഓൺലൈൻ പൈസ കൊടുത്ത് ഓൺലൈൻ റമ്മി കളിക്കുന്നത് ബാൻ ചെയ്തിരുന്നു. അതിനുശേഷം കേരളത്തിലുള്ള ആൾക്കാർക്ക് റമ്മി കളിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 2019 സെപ്റ്റംബറിൽ 3 മെയിൻ ഓൺലൈൻ റമ്മി കമ്പനികൾ കൊടുത്ത പെറ്റീഷനിൽ കേരള ഗവൺമെൻറ് ആ ഒരു ബാൻ റിവേഴ്സ് ചെയ്തു. അതായത് 2019 സെപ്റ്റംബർ അവസാനത്തോടുകൂടി ഈ ഒരു കേരളത്തിലുണ്ടായിരുന്ന ബാൻ റിവേഴ്സ് ചെയ്തു. അതിനുശേഷം കേരളത്തിലുള്ളവർക്ക് പൈസ വെച്ച് കളിക്കാനായിട്ട് സാധിക്കും എന്ന് കേരള ഹൈക്കോടതി ഉത്തരവിറക്കിയിരുന്നു. അത് നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാണാനായിട്ട് സാധിക്കും. ആ ഒരു ലോയെ പറ്റി എന്താണ് നിയമം, റിവേഴ്സ് ചെയ്ത് ബാനിനെ പറ്റി അറിയാനായിട്ട് സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എങ്ങനെയാണോ 2019 ജനുവരിക്ക് മുമ്പ് എങ്ങനെയാണോ കളിച്ചുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതൊരു ചൂതാട്ടമാണോ അല്ലെങ്കിൽ പുതിയ തലമുറ കുട്ടികളെ എന്താണ് പറയുന്നത് വഴിതെറ്റിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, ഞാൻ ഒരു സിറ്റിസണാണ്. എൻ്റെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒന്നും ബാൻ ചെയ്യാത്ത ഒരു കാര്യം എങ്ങനെയാണ് ഞാൻ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണെങ്കിൽ മാത്രമേ അത് തെറ്റാവുന്നുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി ലീഗലായിട്ട് കളിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, പലരും അതിനകത്തിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്, ഇതിൽ കളിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റില്ല. ശരിയാണ്, ഇതൊരു ഗാംബ്ലിംഗ് ആണ്. ഇത് പ്യുവർലി ബേസ്ഡ് ഓൺ ലക്കെന്ന് മാത്രം പറയാൻ പറ്റില്ല, സ്കില്ലെന്നും പറയാൻ പറ്റില്ല. രണ്ടിൻ്റെയും കൂടെ ഒരു മിശ്രിതമായിട്ടുള്ള ഒരു കളിയാണ്. നിങ്ങൾക്ക് സ്കില്ലും ലക്കും ഒരുപോലെ വന്നെങ്കിൽ മാത്രമേ ഈ ഒരു കളിയിൽ ജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാർഡും കിട്ടണം, നല്ല രീതിയിൽ സ്കില്ലും അറിയണം, എങ്കിൽ മാത്രമേ ഈ ഒരു കളി ജയിക്കാൻ പറ്റുള്ളൂ. പലരും പറയാറുണ്ട് ഈ ഓൺലൈൻ റമ്മി സൈറ്റ്സുകൾ ഫ്രോഡാണ്. ഒരിക്കലും ഫ്രോഡല്ല. ഫ്രോഡ് ഒരിക്കലും അവർക്ക് കാണിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓരോ ടേബിളിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ കിട്ടുന്ന സാഹചര്യത്തിൽ അവരെന്തിനാണ് ഒരു ഫ്രോഡ് കളിക്കുന്നത്? ആയിരക്കണക്കിന് ടേബിളുകളാണ് അറ്റ് എ ടൈം. അതിനകത്തിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും അവർക്കൊരു പ്രോഫിറ്റ് അതിനകത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരതിൻ്റെ ബലത്തിൽ ഫ്രോഡ് കളിക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ റമ്മി എന്ന് പറയുന്ന ഒരു കൺട്രോൾഡ് ഗെയിമാണ്. അതായത് കൺട്രോൾ ഇല്ലാതെ കളിച്ചു കഴിഞ്ഞാൽ പൈസ പോകുന്ന വഴി അറിയത്തില്ല. അതുപോലെ തന്നെ കൺട്രോൾ കളിക്കുന്നവർക്ക് പൈസ ഉണ്ടാക്കാനും സാധിക്കും. പൈസ ഉണ്ടാക്കുന്നവരുമുണ്ട്, ഒരുപാട് പൈസ കൈപ്പറ്റിയവരുമുണ്ട്. അപ്പോൾ അതിനകത്തിൽ റമ്മി കളിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരോട് എനിക്കിതാണ് പറയാൻ ഉള്ളത്. നിങ്ങളൊരു നല്ല രീതിയിൽ റമ്മിയിൽ ഒരു സ്കില്ലുണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങളൊരു കൺട്രോൾഡ് ഗെയിം, നിങ്ങൾ അധികം കൺട്രോൾ ഇല്ലാതെ
അറിയാതെ കളിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പൈസ നഷ്ടമാകുന്നത്. കൺട്രോൾഡ് വേയിൽ നിങ്ങൾ റമ്മി കളിച്ച് കഴിഞ്ഞാൽ റമ്മിയിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഈ റമ്മി ഒരു വരുമാന മാർഗ്ഗമായിട്ട് നിങ്ങൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 രൂപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 50 രൂപ പിടിക്കാനായിട്ട് നിങ്ങൾ അടുത്ത 100ൻ്റെ കളി കളിക്കും, അത് നിങ്ങൾ ഫെയിലാകും. അപ്പോൾ അതിനെ ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് കണ്ടിട്ട് ഒരു വരുമാന മാർഗ്ഗമാക്കി നോക്കാതിരിക്കുക. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം കളിക്കുക, ഒരു ലിമിറ്റ് വെച്ച് കളിക്കുക. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആദ്യം റമ്മിയിൽ നല്ലൊരു സ്കില്ലുണ്ടാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്നീ പറഞ്ഞ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ റമ്മി കളിച്ച് തുടങ്ങാൻ താല്പര്യമുള്ളവർ, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, കളിച്ച് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് തുടങ്ങാം. ഇത് നിയമപ്രകാരം ലീഗലാണ്, നിങ്ങൾക്ക് കളിക്കാനും സാധിക്കും. കേരളത്തിൽ നിന്നായാലും ഇത് ബാൻ ചെയ്യാത്ത ഏത് സ്റ്റേറ്റിൽ നിന്നും കളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു വിവരം നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.